ഇന്ന് ഞാനൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെണ്ടയ്ക്കയും പൊട്ടറ്റോയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു തോരൻ. അപ്പം ഞാനൊരു പാൻ ചൂടായപ്പം ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായപ്പം ഞാനൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി കഴിയുമ്പം നമ്മൾ ഇതിനകത്തോട്ട് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും ഒരു 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ കൂടെ ശകലം ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 2 മീഡിയം സൈസ് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞേക്കുന്നത്. അപ്പം പിന്നെ എളുപ്പം വേവും. അതുകൊണ്ടാട്ടോ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പൊട്ടറ്റോന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 4-5 മിനിറ്റ് എടുക്കും കേട്ടോ ഇതൊന്ന് വേവാൻ, പൊട്ടറ്റോ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. ഒരു പൊട്ടറ്റോ ഒരു 1/4 വേവാകുമ്പോൾ നമ്മൾ ഇനി ഇതിനകത്തോട്ട് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കും. ഇടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കുവേ. ഇതിപ്പോൾ പൊട്ടറ്റോ ഒക്കെ ഒരു 1/4 വേവായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് വെണ്ടയ്ക്ക കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ വെണ്ടയ്ക്ക ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ അടച്ചു വെക്കണ്ട കേട്ടോ. ഇനി ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ നമ്മൾ ഒരു 5 മിനിറ്റ്സോളം ഒന്ന് നന്നായിട്ട് ഇളക്കി ഒക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പം ഞാനൊരു 5 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് തേങ്ങയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, തേങ്ങ ഇഷ്ടമുണ്ടെങ്കിൽ. ഇനി ഒരു 3-4 മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു 3-4 മിനിറ്റും കൂടെ വേണം ഇത് വേവാനായിട്ട്. പിന്നെ ഉപ്പ് നോക്കണം. ഉപ്പ് നമ്മൾ സവാള വഴറ്റിയപ്പോഴും പൊട്ടറ്റോ ഇട്ടപ്പോഴും നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ നല്ല ഒരു കുഴഞ്ഞിരിക്കാതെ ഒന്ന് വിട്ട് വിട്ട് കിട്ടുന്ന ആ ഒരു പരുവത്തിന് എടുക്കണം. ഇതിപ്പം പൊട്ടറ്റോയും വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക പൊട്ടറ്റോ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്